ടെക്നിക്കൽ സ്കില്ല് ഒത്തിരി കൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബ്രെയിൻ ഒന്ന് നന്നായിട്ടൊന്ന് ഉറച്ച് അതായത് ഫ്രഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഞാൻ തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴും എന്ത് കിട്ടുമ്പോഴും എന്ത് ചെയ്യണം, പുതുതായി പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പം മാത്രമാണ് നമ്മുടെ തലച്ചോറിന് വളർച്ച ഉണ്ടാവുള്ളൂ. ഓക്കെ, എപ്പോഴും നമ്മൾ ഈ നെയിൽ കട്ടർ അല്ല, നമ്മൾ ഷാർപ്നർ യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. എപ്പോഴും നന്നായി പെൻസിൽ നന്നായി ചെത്തുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പെൻസിൽ നല്ല മൂർച്ച കിട്ടുന്നത് അല്ലേ. പക്ഷെ അതിലത് തേഞ്ഞു പോവും, നമ്മുടെ ബ്രെയിൻ ഒരിക്കലും തേഞ്ഞു പോവില്ല. ഓക്കെ, വി ഷുഡ് ഷാർപ്പൻ അവർ ബ്രെയിൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവരുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ശ്രദ്ധിച്ച് വായിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. ഒബ്ജക്ട് 5 cm in length is held 25 cm away from converging lens of focal length 10 cm. Draw the ray diagram. Find position, size and nature of image formed. An object 5 cm in length is held 25 cm away from a converging lens of focal length 10 cm. നമുക്കൊരു കൺവേർജിങ് ലെൻസ് തന്നിട്ടുണ്ട് അല്ലേ. ആ കൺവേർജിങ് ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺവെക്സ് ലെൻസ് അല്ലേ. ഇപ്പോൾ നമ്മൾ വരയ്ക്കാം കൺവേർജിങ് ലെൻസ്. ഈ കൺവേർജിങ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 10 cm. ഓൾസോ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഒബ്ജക്റ്റ് 5 cm അകലെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 cm ആണ്, അത് 25 cm അവേ ഫ്രം ദി കൺവേർജിങ് ലെൻസ് ആണ് എങ്കിൽ ഇതിന്റെ റേ ഡയഗ്രാം എന്താണെന്ന് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അതേപോലെ തന്നെ ആ നേച്ചർ ഓഫ് ദി ഇമേജ്, ആ ഇമേജിന്റെ പ്രത്യേകതകൾ മൊത്തം എഴുതാനും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കൺവേർജിങ് ലെൻസ് വരച്ചു, പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു, ഓപ്റ്റിക്കൽ സെന്റർ അടയാളപ്പെടുത്തി. ഇനി ഒബ്ജക്റ്റ് ആണ്, നമ്മളിവിടെ ഒബ്ജക്റ്റ് അടയാളിച്ചു. ഒബ്ജക്റ്റ് എത്ര സെന്റിമീറ്റർ അകലെയാന്ന് പറഞ്ഞത് 25 cm. 25 cm അകലെയാണ് ഒബ്ജക്റ്റ് ഇരിപ്പുള്ളത്. അതേപോലെ ഇതിന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഇമേജ് എവിടെ കിട്ടണമെന്ന് നമുക്ക് അറിയില്ല, അത് കണ്ടെത്തണം. ഇമേജ് പൊസിഷൻ നമുക്ക് കണ്ടെത്തണം. കൂടാതെ തന്നെ സൈസ് ഓഫ് ദി ഇമേജ് കണ്ടെത്തണം. നേച്ചർ ഓഫ് ദി ഇമേജ്, മാഗ്നിഫിക്കേഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തണം. അപ്പൊ നോക്കാം. എഫ് തന്നിട്ടുണ്ട്, യു ഈസ് ഈക്വൽ ടു -25 cm. വി നമുക്ക് അറിയില്ല, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ലെൻസ് ആണ്, അപ്പൊ ലെൻസിന്റെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. 1/f = 1/v - 1/u. ഇത് ശരിക്കും നല്ലത്, നമുക്ക് ഇതിനെ സിമ്പിൾ ആക്കിയിട്ട് എഴുതുന്നതായിരിക്കും. അതായത് ഫ്രാക്ഷൻ ഇല്ലാണ്ട് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഒത്തിരി കൂടി എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫ്രാക്ഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വി യു കോമൺ ആക്കി എടുക്കും, u - v കൊടുക്കും അല്ലെ. 1/f = u - v വരും. f = ഫോക്കൽ ലെങ്ത് = vu / u - v. ഓക്കെ, അപ്പൊ എഫിന് ഇങ്ങനെയും ഫോർമുലയിൽ എഴുതാം, f = vu / u - v. അപ്പൊ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം നിങ്ങൾക്ക് എളുപ്പം, പലപ്പോഴും ഫ്രാക്ഷൻ വരുമ്പോൾ ആൻസർ തെറ്റിക്കാൻ വളരെയധികം ചാൻസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോർമുല, ഈ സെയിം ഫോർമുല തന്നെയാണ് കേട്ടോ, അതിനൊന്ന് ഭംഗിയിൽ എഴുതിയെന്നുള്ളൂ. vu / u - v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇതിന്ന് എന്തുകൊണ്ട് കണ്ടുപിടിക്കണം, വി എന്താന്ന് കണ്ടെത്തണം. അപ്പൊ എന്ത് ചെയ്യണം, ഈ ഒരു ഫോർമുലയിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് തന്നിട്ടുണ്ട് 10 cm = വി അറിയില്ല, u - 25 ആണെന്ന് അറിയാം. ഇവിടെ -25 - v കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ടിന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ -25v = 10 multiplied by -25 - v വരും. 10 കൊണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് ഗുണിക്കുക. അപ്പോൾ -250 - 10v വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഒരേപോലെയുള്ള വി പാർട്സുകൾ ഒരുമിച്ച് എഴുതാം. ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാ, ബാക്കി എല്ലാത്തിനും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാം. അപ്പോൾ ഇവിടെ -25 ഉണ്ട്, 10 ഉണ്ട്. അപ്പൊ നമുക്ക് മൈനസിനെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ ഒരു +25 ആവും അല്ലെ. 25v - 10v
ഈക്വൽ ടു ഈ മൈനസ് 250 ഇങ്ങോട്ട് എടുക്കുമ്പോൾ 250 ആയിട്ട് വരും. ഓക്കെ, 25 10 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര കിട്ടും? 15V കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 250. ഇതിന്ന് ബി എങ്ങനെ കണ്ടെത്താം? 250 ഡിവൈഡഡ് ബൈ 15. ഓക്കെ, 250 ഡിവൈഡഡ് ബൈ 15 കിട്ടും. ഇനി ഇത് എളുപ്പമാണ് അല്ലേ? 5ന്റെ ഗുണിതങ്ങളാണ്. 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും, അല്ലെങ്കിൽ 15 കൊണ്ട് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ 5 കൊണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ 3 വരും, ഇവിടെ 5 വരും അല്ലേ? അതായത് വി ഈസ് ഈക്വൽ ടു 50 ഡിവൈഡഡ് ബൈ 3 കിട്ടും. 50 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം, എത്ര കിട്ടും? 1 20 6 18, പിന്നെ 20 6. അതായത് വിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 16.6 സെന്റിമീറ്റർ. ഓക്കെ, വിയുടെ വാല്യൂ പറയുന്നത് എത്രയാണ്? 16.6 സെന്റിമീറ്റർ ആണ്. അപ്പൊ എല്ലാ കുട്ടികളും ഈ ഒരു ഫോർമുല ഇത് യൂസ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ കേട്ടോ. അതാണ് കുറച്ചും കൂടി എളുപ്പം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ ഉത്തരം എത്തും. ഉത്തരം എത്തിക്കഴിഞ്ഞാൽ യൂണിറ്റ് ഇടാൻ മറക്കരുത്. അപ്പൊ നമ്മുടെ ഇമേജിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? 16.6 സെന്റിമീറ്റർ ആണ്. ഏതാണ്ട് കുറച്ചും കൂടി അടുത്തായിട്ട് വരയ്ക്കാം അല്ലേ? ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 16.6 സെന്റിമീറ്ററിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇമേജ് ഡിസ്റ്റൻസ് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് ആ ഇമേജിന്റെ പ്രത്യേകതകളാണ്. അതായത് വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആൻഡ് വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റിംഗ് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്യാണ്. എൻ്റെ ഡസ്റ്റർ ഒരു ടൂർ പോയിരിക്കുകയാണ്, അതുകൊണ്ട് ഡസ്റ്റർ ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഇത് റബ്ബ് ചെയ്യാം. നമുക്കിനി എന്താണ്? ഫൈൻഡ് ദ പൊസിഷൻ, സൈസ് ആൻഡ് നേച്ചർ ഓഫ് ദി ഇമേജ് അല്ലേ? സൈസ് കണ്ടെത്തണം. സൈസ് കണ്ടെത്താൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതേണ്ട കാര്യമാണ് മാഗ്നിഫിക്കേഷന്റെ ഫോർമുല M ഈക്വൽ ടു V/U. ഇത് ലെൻസ് ആണ്. ലെൻസിൽ M ഈക്വൽ ടു V/U എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി എന്ത് ചെയ്യണം? വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ വാല്യൂസ് എത്രയാണ്? V എത്രയാണ്? 16.6 ഡിവൈഡഡ് ബൈ U എത്രയാണ്? -25. ഓക്കെ, 16.6 ഡിവൈഡഡ് ബൈ -25 ആണ്. അപ്പൊ നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 പാർട്ടാണ് നമുക്ക് ചെയ്യാം. ഇവിടെ ഒരു ഡെസിമൽ ഉണ്ട് അല്ലേ? ഡെസിമൽ മാറാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ 166 വരും, ഇവിടെ ഒരു 10 വരും. അതവിടെ കിടക്കട്ടെ. നമുക്കിവിടെ 166 ഡിവൈഡഡ് ബൈ 25 ചെയ്യാം. 166 ഡിവൈഡ് ബൈ 25 ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 6 കൊണ്ട് ചെയ്യാം അല്ലേ? 6 ആകുമ്പോൾ ഇവിടെ 150 വരും, 6 16 വരും, 0.160 വരും. 160 വരുമ്പോൾ വീണ്ടും നമുക്ക് 6 ആയിട്ട് തന്നെ എടുക്കാം. ദാറ്റ് ഈസ് 150 again 10. So we can take the magnification as 6.6 അല്ലേ? 6.6 divided by 10 വരും. That is -0.66 ആണ് ഈ ഒരു ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ. കോൺവെക്സ് ലെൻസ് ആണ്, കൺവേർജിങ് ലെൻസ് ആണ്. കൺവേർജിങ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് നെഗറ്റീവ് അല്ലേ? അതുകൊണ്ടാണ് ഇവിടെ -0.66 വന്നത്. അപ്പൊ അതിന്റെ മാഗ്നിഫിക്കേഷൻ കിട്ടി. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഒബ്ജക്റ്റ് സൈസിനേക്കാളും, ഒബ്ജക്റ്റ് സൈസ് എന്ന് പറഞ്ഞത് HO എന്ന് പറഞ്ഞത് 5 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് സൈസിനേക്കാളും വളരെ സൈസ് കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് എന്ന് മനസ്സിലാക്കി അല്ലേ? 5 സെന്റിമീറ്ററിനേക്കാളും എത്രയോ വളരെ കുറഞ്ഞ സൈസുള്ള ഒരു ഇമേജ് ആണ് അവിടെ കിട്ടുന്നതെന്ന് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നിന്ന് മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ തന്നിട്ടുള്ള പ്രോബ്ലത്തിൽ ഇമേജിന്റെ നാച്ചുറലാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടി. -0.66
6 ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് വെരി ഡിമിനിഷ്ഡ്. വളരെ ഒബ്ജക്റ്റ് സൈസിനേക്കാളും വളരെ ചെറിയ സൈസുള്ള ഒരു ഒബ്ജക്റ്റിന് ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ആൻഡ് moreover there is a negative sign. Negative sign stand for the converging lenses. Also it stand for the real images. അല്ലേ, റിയൽ ഇമേജസിനും കൂടി അത് ബാധകമാണ് നെഗറ്റീവ് സൈൻ എന്ന്. ഇനി നമുക്കുള്ളത് അതിൻ്റെ സൈസാണ് അറിയേണ്ടത്. എത്രത്തോളം വലുതാണോ ചെറുതാണോ എന്നുള്ള കാര്യം. ചെറുതാണെന്ന് മനസ്സിലായി, എങ്കിൽ എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ അതിനുണ്ട് എന്തുണ്ട്, ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷന് തന്നെ ഫോർമുല യൂസ് ചെയ്തിട്ട് ഹൈറ്റ് ഓഫ് ഇമേജ് ടു ദി ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മാഗ്നിഫിക്കേഷൻ ഇവിടെ -0.66 ആണ് കിട്ടിയിരിക്കുന്നത്. that is equal to height of image ആണ്. height of image നമുക്ക് അറിയില്ല. height of image അങ്ങനെ എഴുതുക. height of object ആണ് 5 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന് h യുടെ വാല്യൂ നിങ്ങൾക്ക് കണ്ടെത്താലോ. height of image എന്ന് പറയുന്നത് -0.66 × 5 that is ഇവിടെ 33 വരും അല്ലേ. ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന് പറയുന്നത് -3.30 സെന്റിമീറ്റർ ആണ്. -3.30 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ റിയൽ ഇമേജ് അല്ലെ. റിയൽ ഇമേജ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇത്രയും ഡാറ്റകൾ വെച്ചിട്ട് നമ്മൾ ആ ചിത്രം അങ്ങോട്ട് വരയ്ക്കുകയാണ്. ആ ചിത്രം വരയ്ക്കുമ്പോൾ, റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ഒബ്ജക്റ്റ് എഫിലാണോ 2Fലാണോ ഇരിക്കുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ബിയോണ്ട് 2F ആണോ എന്നുള്ള കാര്യം ആലോചിച്ച് വയ്ക്കണം. ആൻഡ് ഓൾസോ വാട്ട് ആർ ദി നേച്ചർ ഓഫ് ദി ഇമേജ്, അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള കാര്യം കൂടി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഇതൊരു ഫിഗർ ഔട്ട് ചിത്രമാണ്. റഫ്ലി ഐ ഡ്രോഡ് ഇറ്റ്. ഐ ആം ഗോയിങ് ടു റബ് ഇറ്റ്. നിങ്ങൾ നല്ലൊരു പേജ് എടുത്തിട്ട് നല്ലൊരു റേ ഡയഗ്രം വരയ്ക്കാം. അതിനെന്ത് ചെയ്യണം, ഫോക്കസ് അടയാളപ്പെടുത്തണം. അതേപോലെ 2F അടയാളപ്പെടുത്തുക. ഓക്കെ. ഇനി ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. ഇവിടെ എത്രയാണ്, 10 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അതേപോലെ യു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. 25 സെന്റിമീറ്റർ ആണ് യു ഡിസ്റ്റൻസ്. അപ്പോൾ 2F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10ന്റെ മൾട്ടിപ്ലൈ ആണ് അല്ലേ. 20 ആണ് ഇവിടെ വരിക. ഇവിടുത്തെ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 25 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കുറച്ച് ഇപ്പുറത്തായിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ് വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ. ഫോക്കൽ ലെങ്തിന്റെ 2F ആണ് നമ്മൾ എടുക്കുക. ആ വാല്യൂ ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് കണ്ടീഷൻ നോക്കുക. എത്രയാണ് നമ്മുടെ യു ഇവിടെ -25 ആണ്. അതായത് 20 കഴിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് മീൻസ് അവർ ഒബ്ജക്റ്റ് ഈസ് ബിയോണ്ട് 2F. 2F കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ സർട്ടൺലി എവിടെ ഇമേജ് കിട്ടും? 2F കഴിഞ്ഞ് ബിയോണ്ട് 2F ആണെങ്കിൽ ഇമേജ് ഷുഡ് ബി ഇൻ ബിറ്റ്വീൻ F ആൻഡ് 2F അല്ലെ. Fന്റെ 2Fലായിരിക്കണം ഇമേജ് കിട്ടേണ്ടത്. നമ്മളിത് പഠിച്ചവരാണ്. അപ്പൊ ആ ഒരു ഉത്തരം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ഇവിടെ വരച്ചു വെച്ചോളൂ ഇമേജ് എന്താന്നുള്ളത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ ഇമേജ് എന്താണ്, നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഓബ്ജക്റ്റിന്റെ സൈസിനേക്കാളും ചെറുതായിരിക്കണം. ഇവിടെയുള്ള ഓബ്ജക്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് 5 സെന്റിമീറ്റർ. ആൻഡ് ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഇവിടെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് -3.3 സെന്റിമീറ്റർ ആണ്. ഇവിടെ മൈനസ് വന്നത് മനസ്സിലായല്ലോ. പ്രിൻസിപ്പൽ ആക്സിസിന് താഴോട്ടാണ് നമ്മൾ മെഷർ ചെയ്യണത്. സോ ഓൾ ദ ഡിസ്റ്റൻസ് ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. -3.3 സെന്റിമീറ്റർ കിട്ടി. ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി ചിത്രം വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഏതൊക്കെ ലൈറ്റ് റേസ് വരും? ഒന്ന് പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ അല്ലേ, നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. പിന്നെ ഒന്ന് ഇവിടെ ഒപ്റ്റിക്കൽ സെന്ററിൽ കൂടെ കടന്നു പോകുന്ന ലൈറ്റ് റേ, അത് നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ ആണ്. അത് വരയ്ക്കാം. അതെങ്ങനെ പോകും? ആഫ്റ്റർ റിഫ്രാക്ഷൻ ഫോക്കസ് കൂടെ കടന്നു പോകണം അല്ലേ. ഫോക്കസ് കൂടെ കടന്നു പോകണം. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഭാഗത്താണ് നമ്മുടെ ഇമേജിന്റെ ഹൈറ്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, സോ whenever you are drawing
you should make sure that the image size, whether it is bigger than that of the object or smaller than that of the object. ഇവിടെ ബിഗർ ആണ് എങ്കിൽ ചിത്രം ഒന്നും കൂടി മാനേജ് ചെയ്ത് വരച്ച് നമ്മൾ ഇവിടെയുള്ള ഒബ്ജക്റ്റിന്റെ സൈസിനേക്കാളും കുറവുള്ളതായിട്ട് വരച്ചെടുക്കുക. ഓക്കെ, so that is the condition that's done for this beautiful problem where we have solved lot of things. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഒറ്റ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ എളുപ്പമാകും. അപ്പോൾ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചൊറിയല്ല വേണ്ടത്, ഒന്ന് പുഞ്ചിരിക്കുക. പ്രോബ്ലത്തിനടുത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പ്രോബ്ലം നന്നായി വായിച്ച് എന്തൊക്കെയാണ് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വയ്ക്കുക. പിന്നെ കൂടെ എഴുതേണ്ട കാര്യങ്ങളാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല, അല്ലെങ്കിൽ ലെൻസ് ഫോർമുല മസ്റ്റായിട്ട് എഴുതണം. പിന്നെ മാഗ്നിഫിക്കേഷൻ റിലേറ്റ് ചെയ്യുന്ന ഫോർമുലാസ് m=v-u, അതുപോലെ v-u, അതുപോലെ m=hi/h0 എന്നുള്ള ഫോർമുലാസ് എല്ലാം എഴുതി വയ്ക്കാം. പിന്നെ പ്രോബ്ലം വായിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്തൊക്കെയാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് വരും, നിങ്ങളുടെ തലച്ചോറിലേക്ക് എത്തിയിരിക്കും. പിന്നെ ഉള്ളത് കുറച്ച് മാത്തമാറ്റിക്കൽ വർക്കാണ്. അതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. ആൻസർ എന്തുമായിക്കോട്ടെ, ഉത്തരത്തിൽ നിങ്ങൾ എന്ത് എഴുതാൻ മറക്കരുത്, യൂണിറ്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, അപ്പം നന്നായിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യാം. യൂണിറ്റുകൾ കറക്റ്റായിട്ട് എഴുതാം. റേ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ റേ ഡയഗ്രാം വരയ്ക്കുക. അല്ലാത്ത പക്ഷം ചോദിച്ച ആൻസറിന് മാത്രം ഉത്തരം നൽകി മിടുക്കരായിട്ടിരിക്കുക. ഓക്കെ, so all the very best my dear children. See you next time.